വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടും സൈചേച്ചിയുടെ വീട്ടിൽ പോയ അമ്മ ഇതുവരെയും തിരിച്ചു വന്നില്ല. ഒരു 6:15 കഴിഞ്ഞപ്പോ എന്റെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ട് നേരെ ചോദിച്ചു, എടാ നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ ചോദിച്ചു, എടാ ആ പെങ്കൊച്ചെന്തിയെ? ആരാ, സ്മിത ചേച്ചിയാണോ? ഇവിടെയുണ്ട്. ഉം. രണ്ടുപേരും നേരത്തെ കഴിച്ചിട്ട് കിടന്നു. ഇന്നും കൂടെ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. അമ്മ ഇന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വീണു. ഞാൻ സ്മിത ചേച്ചിയെ ഒന്ന് നോക്കി ചിരിച്ചു. ഇവിടൊക്കെ മഴയുടെ കോളും കാര്യങ്ങളുണ്ട്. അവിടെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൊപ്ര എടുത്തിട്ടത് അത് എടുത്ത് അകത്ത് വെച്ചേരും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് പൂത്തു പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഫോൺ കട്ട് ചെയ്ത സമയത്ത് തന്നെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആരാ ആരാ നിന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ചത്. അമ്മ ഇന്ന് വരത്തില്ല എന്നാ പറഞ്ഞത്. അയ്യോ, ഇന്നും വരത്തില്ലേ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ, ഇന്നും വരത്തില്ല, ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. ഒരു കാര്യം പറയാലോ, ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇയാളുടെ അമ്മ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നും. കാരണം എല്ലാ സമയത്താണെന്നുണ്ടെങ്കിലും എന്തിനും ഏതിനും ഓരോരോ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആള് കണ്ടുപിടിക്കും. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് പോലും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. ചില സമയത്താണെന്നുണ്ടെങ്കിൽ അതിനും കുറ്റം കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്. സ്മിത ചേച്ചി എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ആ കാര്യം പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ആ, ഇന്നും കൂടെ അടിച്ചു പൊളിച്ച് നടന്നോളൂ കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു, കൊപ്ര ഉണക്കാനിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അകത്തേക്ക് വെക്കണേന്ന്, അല്ലെങ്കിൽ മഴ നനഞ്ഞ് അത് പോപ്പലായി പോകും. ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ വാ, നമുക്കിത് അടുത്ത് അകത്ത് വെക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ വന്നിട്ട് അതിനായിരിക്കും പൊക്കില് എന്ന് പറഞ്ഞുകൊണ്ട് സ്മിത ചേച്ചി പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്തായിരുന്നു ഞാൻ സ്മിത ചേച്ചിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഒരു ഉരുണ്ട ശരീരപ്രകൃതമായിരുന്നു സ്മിത ചേച്ചിയുടെ. എൻ്റെ അത്രയും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സജിതയുടെ ചുരിദാർ തന്നെയായിരുന്നു സ്മിത ചേച്ചി ഇട്ടിരുന്ന വേഷം. കൊപ്ര ഒരു ചാക്ക് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഉണക്കാനിട്ടേക്കായിരുന്നു. അപ്പോൾ തന്നെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ വശം ഞാൻ പിടിക്കാം, നീ അപ്പുറത്തെ വശം പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും സ്മിത ചേച്ചിയും കൂടെ ആ ഒരു കൊപ്ര എടുക്കാനായിട്ട് ആഞ്ഞു. അത് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് എടുത്തതും എല്ലാം. ആ സമയത്ത് തന്നെ സ്മിത ചേച്ചിയെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് എല്ലാ ജോലികൾ ചെയ്യുമ്പോഴും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കൊപ്ര രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് നേരെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സ്മിത ചേച്ചിയോട് ചോദിച്ചു, രമേശിനെ മിസ് ചെയ്യുന്നോടൊപ്പം എന്ന് ചോദിച്ച സമയത്ത്, നീ എപ്പോഴും ഇങ്ങനെ ചോദിക്കണ്ട, എനിക്ക് മിസ്സിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. സ്മിത ചേച്ചിയും രമേശിനും ഒളിച്ചോടി വന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതും. രമേശൻ പുറത്താണ് താമസിക്കുന്നത്. എല്ലാവർക്കും ഇടമില്ലാത്തത് കൊണ്ട് തന്നെ രമേശിന് ഇവിടെ കിടക്കാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞ് ഞാനും സ്മിത ചേച്ചിയും നേരെ സിറ്റൗട്ടിൽ വന്നിരുന്നു. പുറത്ത് കാർമേഘങ്ങൾ ഇരുട്ട് മൂടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് മേ ബി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, എന്തോ ഒരു ചാറ്റൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, തണുത്ത കാറ്റ് പുറത്തേക്ക് നിന്ന് അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സ്മിത ചേച്ചിയും അതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് സ്മിത ചേച്ചി ഒരു ബോധോദയം എന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ, എൻ്റെ തുണി പറക്കിയിട്ടില്ല, അത് ഇന്നലെ കഴുകിയിട്ടിരുന്നായിരുന്നു, വെയിലത്ത് നന്നായിട്ട് ഉണങ്ങിക്കിടക്കായിരിക്കും, എന്തായാലും ഒന്ന് പറക്കിയിട്ടേക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അങ്ങനെ സ്മിത ചേച്ചി പെട്ടെന്ന് തന്നെ തുണി പറക്കാനായിട്ട് മുറ്റത്തേക്ക് ഓടി. ആ സമയത്ത് സ്മിത ചേച്ചിയുടെ ആ ഒരു ഓട്ടം എല്ലാം ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ശേഷം ഞാനും പിന്നാലെ പോയി. എല്ലാം പെട്ടെന്ന് ഒന്ന് പാക്ക് ചെയ്ത് വെക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടേക്ക് ചെന്നത്. ശേഷം അവിടെയുള്ള അശയിൽ കിടന്ന തുണിയും കാര്യങ്ങളും എല്ലാം ഞാനും സ്മിത ചേച്ചിയും ഒരുമിച്ച് അത് പറക്കിയെടുത്തു. കുറച്ച് തുണി എൻ്റെ കയ്യിലും കുറച്ച് തുണി സ്മിത ചേച്ചിയുടെ കയ്യിലും. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കട്ടിലേക്ക് കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ കട്ടില് ഒരു പരവതാനി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അതിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ആ ഒരു കട്ടിലിൻ്റെ മുകളിലേക്ക്, ആ ഒരു തുണിയുടെ മുകളിലേക്ക് പെട്ടെന്ന് എടുത്തി ചാടി. ആ സമയത്താണെങ്കിൽ സ്മിത ചേച്ചി എന്നെ ഒന്ന് ദേഷ്യപ്പെട്ടു, നീ എന്താ കാണിക്കുന്നത്, തുണിയുടെ മേളിലാണോ ഇങ്ങനെ കിടക്കുന്നത് എന്ന് പിടിച്ച് എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സ്മിത ചേച്ചി ആ ഒരു കട്ടിലിന്റെ മുകളിലേക്ക് എടുത്ത് ചാടി. തുണിയുടെ മുകളിൽ ഒന്ന് ആകാശത്തോടെയും പിന്നെ ആ ഒരു സന്തോഷത്തോടെയും സ്മിത ചേച്ചി ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ രണ്ടുപേരും കുറച്ച് സമയം കഴിഞ്ഞ് ആ തുണിയെല്ലാം മടക്കി വെക്കാനായിട്ട് സ്മിത ചേച്ചിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു.
സ്മിത ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് 2 ദിവസം ആയിട്ടുണ്ടെങ്കിലും ഞാനും സ്മിത ചേച്ചിയും നല്ല കമ്പനിയിലായി. അത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത്രയും വലുതായിരുന്നു. അങ്ങനെ പതുക്കെ മുറിയിൽ നിന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്തായിരുന്നു സ്മിത ചേച്ചി അകത്തു നിന്നും ഒരു ക്യൂട്ടസ് എടുത്ത് പുറത്തേക്ക് വരുന്നത്. അത് കണ്ടോണ്ട് ഞാൻ ചോദിച്ചു, എന്താണ് ക്യൂട്ടസ് അടിക്കാൻ വേണ്ടിയിട്ടാണോ? ആ, അതെ. ഇപ്പം നെയിൽ പോളിഷ് ആണെന്നുണ്ടെങ്കിൽ ആകെ പോയിരിക്കുകയാണ്, അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിടണം എന്ന് സ്മിത ചേച്ചി പറഞ്ഞു. ആ സമയത്താണെങ്കിൽ ആദ്യം സ്മിത ചേച്ചി കയ്യിലിടുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം കാലിലിടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് ഇട്ട് പഠിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്മിത ചേച്ചി അടുത്ത് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആദ്യം സ്മിത ചേച്ചി തന്നില്ല. ശേഷം എൻ്റെ കയ്യിൽ ആ ഒരു ക്യൂട്ടസും കാര്യങ്ങളും എടുത്തു തന്നു. നോക്ക്, ഒരു വിരലിൽ ഇട്ട് നോക്കട്ടെ, എങ്ങനെയുണ്ട് നിന്റെ ആ ക്രിയേറ്റീവും കഴിവും എല്ലാം ഒന്ന് നോക്കണമല്ലോ, അതിനുശേഷം ബാക്കിയിടം തരാം എന്ന് സ്മിത ചേച്ചി പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ആ ഒരു തള്ളവിരലിൽ മെല്ലെ രീതിയിൽ ആ ഒരു ക്യൂട്ടസ് അടിച്ചു കൊടുത്തു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി അതെല്ലാം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ശേഷം അടുത്ത വിരല് എനിക്ക് തരുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ തന്നെ സ്മിത ചേച്ചിക്ക് ആദ്യം ഇട്ടത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ശേഷം അടുത്ത വിരല് എനിക്ക് കാണിച്ചു തന്നു. ഇതിലും കൂടെ അടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എനിക്ക് തരുന്ന സമയത്ത് ഞാൻ അടുത്ത ആ ഒരു വിരലിലും സ്ക്യൂട്ടസ് അടിച്ചു കൊടുത്തു. അങ്ങനെ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചു. എടാ, എനിക്ക് ടാറ്റു അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അതൊന്ന് നോക്കിയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു നോക്ക് എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി ഒരു തലയൊന്ന് താഴ്ത്തി ഒന്ന് വിഷമത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതല്ല പ്രശ്നം, രമേശിന് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിനാണെങ്കിലും അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പം രമേശിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും രമേശിനും ആ ഒരു കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് സ്മിത ചേച്ചി പറയുമ്പോൾ ഞാൻ ചിരിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി എൻ്റെ കാലിൽ ഒരു ഇടി തന്നിട്ട്, എന്തിനെങ്ങനെ ചിരിക്കുന്നത് എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ഒരു വിഷമത്തോടെ ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ അനുവാദം ചോദിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് ചെയ്തൂടെ എന്ന് സ്മിത ചേച്ചിയോട് ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ ചില സമയത്ത് ഇവരുടെ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കൂടാ, എന്ത് ചെയ്യാനാണ് എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ശേഷം ഞാൻ സ്മിത ചേച്ചിയോട് ചോദിച്ചു, എവിടെയാണ് ചേച്ചിക്ക് ടാറ്റു അടിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് സ്മിത ചേച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കയ്യിലൊന്ന് അടിച്ചാൽ മതി, കാരണം എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് ടാറ്റു അടിക്കുമ്പോൾ. പിന്നെ ഈ ഒരു സ്കിന്നിൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും കാണാനൊക്കെ. അതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇവരാരും സമ്മതിക്കണ്ടേടാ എന്ന് സ്മിത ചേച്ചി വീണ്ടും ഒരു തമാശയിലും ഒരു കുസൃതിയോടെയും എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് ചിരി വന്നിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു നെയിൽ പോളിഷ് ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഫിംഗേഴ്സിലും അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം സ്മിത ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ആ നെയിൽ പോളിഷ്, ആ ക്യൂട്ടസ് വാങ്ങിച്ചതിന് ശേഷം നിന്റെ കൈയൊന്ന് നീട്ടിയേ എന്ന് സ്മിത ചേച്ചി പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും അടിക്കണ്ട, ഇത് പെമ്പിളാരുടെ കയ്യിലടിക്കുന്നതല്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം തന്നെ സ്മിത ചേച്ചി എന്നെ നിർബന്ധിച്ചു, എടാ അത് കുഴപ്പമൊന്നുമില്ല, ഒരു കയ്യിൽ മാത്രമേ അടിക്കത്തുള്ളൂ, പിന്നെ നമുക്ക് ആ ഒരു റിമൂവർ വെച്ച് അങ്ങ് റിമൂവ് ചെയ്യാം, എങ്ങനെയുണ്ട് നോക്കട്ടെ, നിനക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്ത് രസമുണ്ടെന്ന് നോക്കണമല്ലോ എന്നായിരുന്നു സ്മിത ചേച്ചി പറഞ്ഞത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിയായിട്ട് ആദ്യത്തെ വിരലിൽ കൊടുത്തു. ശേഷം സ്മിത ചേച്ചി ഓരോ വിരലിലും വെച്ചിങ്ങനെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് സ്മിത ചേച്ചി പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഴ പെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ടൈമിൽ തന്നെ മഴ പെയ്തിരുന്നു കേട്ടോ എന്ന് സ്മിത ചേച്ചി പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മുഴുവൻ കയ്യിലും നേരെ ക്യൂട്ടസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ എൻ്റെ ചുരിദാറും പിന്നെ ആ ഒരു സാരിയോ എന്തെങ്കിലും ഒന്ന് ഉടുപ്പിച്ച് തരട്ടെ, നിന്നെ പെണ്ണായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് സ്മിത ചേച്ചി ചോദിച്ചു. ആ ടൈമിൽ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നെ ചങ്ങായി വെറുതെ ചതിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് സ്മിത ചേച്ചി പറഞ്ഞു, വേറെ ഒന്നുമല്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഈ വീട്ടിൽ, ഇപ്പോൾ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിനക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു കൺമഷിയും കാര്യങ്ങളും അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി തരാം, ശേഷം നിന്നെ ഒന്ന് പെണ്ണായിട്ട് നോക്കട്ടെ, എന്നിട്ട് നീ അങ്ങ് അഴിച്ചു കളഞ്ഞു എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊന്നും ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്ന് പറയുന്ന സമയത്ത് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് ഞാൻ പറയുന്ന കാര്യം അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലിട്ടേക്കുന്ന നെയിൽ പോളിഷ് വെച്ചിട്ട് അത് റിമൂവ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ, ആ റിമൂവർ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്ന് സ്മിത ചേച്ചി ചതിക്കല്ലേ,
എന്നാ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ്, എന്റെ വഴിക്ക് വാ എന്ന് സ്മിത ചേച്ചി പറയുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഞാൻ സ്മിത ചേച്ചിയും ആ മഴ പെയ്യുന്ന സമയത്ത് മുറിയിലേക്ക് കയറി. ശേഷം സ്മിത ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മോഡേൺ സാരി എടുത്തു. അതെടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്മിത ചേച്ചി അത് തോളിൽ വെച്ച് ആദ്യം ഒന്ന് ശരിക്കൊന്ന് ഉടുത്തു നോക്കി. ശേഷം എൻ്റെ ആ ഒരു അരക്കെട്ടിലേക്ക് ആ ഒരു സാരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്മിത ചേച്ചി എന്നെ കൊണ്ട് ആ ഒരു സാരി ഉടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നി. കാരണം ഞാനൊരു സ്ത്രീയായി മാറുന്നു എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സാരി ഒരു നല്ല രീതിയിൽ ഉടുപ്പിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ കസേരയിൽ പോയിരിക്കെ, ഇനി കുറച്ച് മേക്കപ്പ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ സ്മിത ചേച്ചി പറഞ്ഞത് കേട്ട് ഞാൻ ആ ഒരു കസേരയിലേക്ക് പോയിരുന്നു. ശേഷം ആദ്യം സ്മിത ചേച്ചി കരിയെടുത്തു. ആ ഒരു ഐലൈനർ പോലൊരു സംഭവമായിരുന്നു. എൻ്റെ ആ ഒരു പെരുകം അത് വെച്ച് എഴുതി. ശേഷം ആ ഒരു ടൈമിൽ തന്നെ കണ്ണും എഴുതി. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പോകത്തില്ലേ എന്ന് പറയുന്ന സമയത്ത് സ്മിതജി പറഞ്ഞു, കുളിക്കുന്ന സമയത്ത് തന്നെ പോകോടാ, ഇതൊക്കെ ഇപ്പോൾ ആമ്പിളാനി ചെയ്യുന്ന കാര്യങ്ങളാണ്, നീ അതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്മിതജി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ മുടി നല്ല സ്ട്രെയിറ്റ് മുടിയാണ്, അതൊന്ന് ഈടി കെട്ടിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികൾ ബോബ് ചെയ്താണൊക്കെ എന്ന് സ്മിതജി പറയുന്ന സമയത്ത് തന്നെ സ്മിതജി കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്ലൈഡും കാര്യങ്ങളും എല്ലാം എടുത്ത് എൻ്റെ തലയിൽ കുത്തിവെച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതൊന്നും വേണ്ട ചേച്ചി എന്ന് പറയുന്ന സമയത്ത് അടങ്ങിയിരിക്കേണ്ട ചെക്ക എന്ന് പറഞ്ഞുകൊണ്ട് സ്മിതച്ചി വീണ്ടും ആ ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ കുത്തി വെച്ചു. അങ്ങനെ എല്ലാം കുത്തിവെച്ചതിന് ശേഷം എന്നെ ഒന്ന് നോക്കി സ്മിത ചേച്ചി. ഇപ്പം നീ പകുതി ഒരു പെൺകുട്ടിയായിട്ടുണ്ട്, ഇനി കുറച്ച് മിനുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് സ്മിത ചേച്ചി പറഞ്ഞു. ശേഷം എൻ്റെ ആ ഒരു മുഖത്തേക്ക് ചെറിയ ചെറിയ ഫൗണ്ടേഷനും അങ്ങനെ എന്തൊക്കെയോ വാരിയിട്ടു. എന്നിട്ട് ആ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്ലോ ആക്കി എടുത്തു. ശേഷം സ്മിത ചേച്ചിയുടെ ആ ഒരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളായിരുന്നു എടുത്തത്. അതെടുത്തുകൊണ്ട് എൻ്റെ ലിപ്സ് നന്നായിട്ട് തന്നെ വരച്ചു തന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് മറ്റൊരാളെ പോലെ എനിക്ക് തോന്നി. സ്മിത ചേച്ചി, ഇതൊക്കെ പോകത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്മിത ചേച്ചി പറഞ്ഞു, ഇതെല്ലാം പോകടാ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഇനി ഒരു പൊട്ടും കൂടെ കുത്തിയാൽ മതി, നീ ഒരു സുന്ദരി കുട്ടിയായി എന്ന് സ്മിത ചേച്ചി പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വേണോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സമയത്ത് കണ്ണാടിയിൽ കുത്തിവെച്ചിരുന്ന ആ ഒരു പൊട്ടെടുത്ത് എൻ്റെ നെറ്റിയിൽ തൊട്ട് തന്നു. അപ്പോൾ തന്നെ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. അയ്യോ, ഇപ്പൊ ഞാൻ അസലൊരു പെൺകുട്ടിയായിരിക്കുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞു. എടാ, ഞാൻ 2 ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ സ്മൃതിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൊല്ലും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ നോക്കി. അപ്പോൾ തന്നെ സ്മൃതിച്ച് പറഞ്ഞു, കുറച്ചു നേരം ഇരിക്കട്ടാ, ഞാൻ ഇത്രയും പാടുപെട്ട് ചെയ്തതല്ലേ, നമുക്ക് കുറച്ചു നേരം ഈ ഒരു ലുക്കിൽ ആ ഒരു വെളിയിൽ പോയിരിക്കാം, അവിടെ ആരും വരില്ലല്ലോ, ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈവസിയും കാര്യങ്ങളുണ്ട്, എന്ത് വേണമെങ്കിലും കാണിക്കാം, ഒറ്റ മനുഷ്യന്മാർ വരത്തില്ല, മൊത്തം റബ്ബർ തോട്ടങ്ങളും പിന്നെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് സ്മൃതിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ മൊത്തം അങ്ങനെ ആളുകളും വീടുകളും ഒന്നുമില്ല, ഒരു വിജനമായ പ്രദേശം തന്നെയാണ് ചേച്ചി. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ സ്മിത ചേച്ചിയും ആ ഒരു സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ മഴ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞാനൊരു സ്ത്രീ രൂപത്തിൽ തന്നെയായിരുന്നു. സ്മിത ചേച്ചിക്ക് ഇടയ്ക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചിരിക്കണ്ട, ഇതെല്ലാം അഴിച്ചു തരണം കേട്ടോ എന്ന് ഞാൻ സ്മിത ചേച്ചി അടുത്ത് പറഞ്ഞു. ആ സമയത്ത് തന്നെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം ഞാൻ ശരിയാക്കാം, നീ പേടിക്കൊന്നും വേണ്ട, ഞാനല്ലേ എല്ലാം ചെയ്തത്, അതിൻ്റെ എല്ലാ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്നായിരുന്നു സ്മിത ചേച്ചി പറഞ്ഞത്. അങ്ങനെ ഞാൻ സ്മരിച്ചും കുറച്ചു നേരം അവിടെ ഇരുന്നു. ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്, വല്ലതും കഴിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി ചേച്ചി എന്നെയും കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി. ഇന്ന് നീയാണ് പെൺകുട്ടി, അപ്പം നീ തന്നെയാണ് ഇന്ന് കുക്ക് ചെയ്യേണ്ടതൊക്കെ, ഞാൻ നീ കുക്ക് ചെയ്യുന്നേക്കൊന്ന് കാണട്ടെ ഈ ഒരു രൂപത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി ചേച്ചി എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴുകി വെച്ചതിന് ശേഷം സ്മിത ചേച്ചി പറഞ്ഞു, ഇനി നിന്നെ ആൺകുട്ടിയാക്കി ഞാൻ മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളുടെയും റിമൂവൽസും കാര്യങ്ങളൊക്കെ എടുത്ത് സ്മിത ചേച്ചി ആദ്യം എൻ്റെ നെയിൽ ആ ഒരു പോളിഷ് ചെയ്തത് അത് റിമൂവ് ചെയ്തു. ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ, അത് കഴിഞ്ഞ് മുടിയിൽ കുത്തി വെച്ചിരുന്ന ആ ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റി. പിന്നെ ഉടുത്തിരുന്ന സാരിയും കാര്യങ്ങളും എല്ലാം മാറ്റി തന്നു. അതെല്ലാം മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് മേക്കപ്പ് പണികളും കാര്യങ്ങളുടെയും പെൻഡിക്ക് മാറ്റി മാത്രം ഉണ്ടായിരുന്നു. ചേച്ചി ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി ഒന്ന് കുളിച്ചിട്ട് വാ, അപ്പോൾ തന്നെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പുറത്തു പോയതിനു ശേഷം ആ ഒരു 2 ബക്കറ്റ് വെള്ളത്തിൽ ഒന്ന് മുങ്ങി കുളിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പകുതിയും മുക്കാലും റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി കുറച്ച് മാത്രം ആ ഒരു കണ്ണെഴുതിൻ്റെ അടുത്ത് ചെറിയൊരു കറുപ്പ് മാത്രം, പിന്നെ മുഖത്ത് ആ ഒരു തളിച്ചിരിക്കുന്ന മേക്കപ്പിൻ്റെ ആ ഒരു പൗഡർ മാത്രം, അത് അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും മാത്രം പോയാൽ മതി, ബാക്കിയെല്ലാം പോയിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടാണ് പോരുന്നത്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മുറിയാകെ നല്ലൊരു സ്മെല്ല് പരന്നിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. സ്മിത ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. മുറിയാണെങ്കിൽ ലോക്ക് ഇട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നു. ആ സമയത്ത് തന്നെ സ്മിത ചേച്ചി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. എടാ, ഇനി കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മിത ചേച്ചി വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ലുങ്കിയും ഷർട്ടും എല്ലാം ഇട്ടുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ചേട്ടാ, ഇന്ന് മഴ തോരുന്ന ലക്ഷണമില്ലല്ലോ എന്ന് സ്മരിച്ച് എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, മഴ നല്ലതല്ലേ, നമുക്കൊരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? അപ്പോൾ തന്നെ സ്മരിച്ച് പറഞ്ഞു, മഴ നല്ലതാണ്, പക്ഷേ ഈ ഒരു സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മഴ ഒട്ടും പറ്റത്തില്ലടാ എന്ന് സ്മരിച്ച് പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ ഒരു കാര്യം? ഇപ്പോൾ നൈറ്റ് അല്ലേ, അതിനെന്താ പ്രശ്നം എന്താണ് എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നായിരുന്നു സ്മരിച്ചിയുടെ മറുപടി. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. സ്മിത ചേച്ചി ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ചില ടൈമിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും, ഓരോ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ രമേശൻ, അയാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് പോലുമില്ല. സ്മിത ചേച്ചിയുടെ അടുത്ത് മിണ്ടാനോ പറയാനോ അങ്ങനെ ഒരു കാര്യത്തിന് പോലും ആളില്ല. പിന്നെ അതൊക്കെ സ്മിത ചേച്ചിക്ക് വിഷമാവില്ലേ? അതൊക്കെ തന്നെയായിരിക്കും സ്മിത ചേച്ചിയുടെ മനസ്സിലും തോന്നുന്നത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ തന്നെ സ്മിത ചേച്ചി അടുക്കളയിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. എടാ, നിനക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ ഇവിടെ എടുത്തു വെക്കണോ അതോ അങ്ങോട്ട് കൊണ്ടുവരണോ എന്ന് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും സ്മിത ചേച്ചിയും കൂടെ ആ ഒരു ചപ്പാത്തിയും കറിയും കാര്യങ്ങളും എല്ലാം എടുത്തു. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ഹോളിലേക്ക് വന്നിട്ട് സ്മിത ചേച്ചി ആ ഒരു സോഫയിലിരുന്നു. ഞാനാണെങ്കിൽ ടേബിളിൻ്റെ തൊട്ടുപുറത്തെ കസേരയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ തന്നെ സ്മിത ചേച്ചി വിളിച്ചു, നീ ഇതിന് അവിടെ പോയിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് സ്മിത ചേച്ചി എന്നെ സോഫയിലേക്ക് പിടിച്ചിരുത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സോഫയിലിരുന്ന് ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ നേരത്ത് സ്മിത ചേച്ചി എന്നെ തടഞ്ഞു. ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കഴുകി വെച്ചു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കൈ കഴുകിക്കൊണ്ട് തിരിച്ച് മുറിയിലേക്ക് വന്നു. അപ്പോൾ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കിടക്കയും കാര്യങ്ങളൊക്കെ ഞാൻ വിരിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്മിത ചേച്ചി അകത്തേക്ക് വന്നതിന് ശേഷം ആ ഒരു കിടക്കയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് വിരിച്ചെടുത്തു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി എനിക്കെല്ലാം ചെയ്തു തരുന്നല്ലോ എന്ന് എനിക്കൊരു പ്രതീകമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. സ്മിത ചേച്ചി എവിടെയാണ് കിടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ആ സമയം തന്നെ സ്മിത ചേച്ചി പറഞ്ഞു, ഞാൻ അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്, അവിടെയാണ് അമ്മയുടെ റൂം, അവിടെ കിടന്നോളാം എന്ന് പറയുന്ന സമയത്താണെന്നെങ്കിൽ ഞാൻ പറഞ്ഞു, അവിടെ കിടന്നാൽ പേടി തോന്നുന്നില്ലേ, അവിടെയാണെങ്കിൽ ആ കാട് അടുത്തൊക്കെയാണ്, ജനൽ അടച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ എന്ന് ഞാനൊരു കരുതലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. മരുന്നുമല്ല, പാമ്പ് ചേരയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ സ്മരിച്ച് അപ്പുറത്തേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. കാരണം ഇത്രയും നേരമൊക്കെ സ്മരിച്ചെടുത്ത് അത്രയും നേരം എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അത്രയും ടൈം ഞങ്ങളുടെ ഒരു സംസാരവും മഴയും എല്ലാം നല്ല ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ സ്മരിച്ചെടുത്ത് ചോദിച്ചു, കുറച്ച് സമയം സ്മരിച്ചിക്ക് എൻ്റെ കൂടെ ഇവിടെ ഇരുന്നൂടെ? ഇപ്പം ഏകദേശം 10 മണിയായിട്ടല്ലേ ഉള്ളൂ, 11 മണിയൊക്കെ ആവത്തില്ലേ സ്മരിച്ച് കിടന്നുറങ്ങാനൊക്കെ ആയിട്ട്? അപ്പോൾ ഇച്ചിരി നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചിരുന്നൂടെ എന്ന് ഞാൻ സ്മരിച്ചിയോട് ചോദിച്ചു. അപ്പോൾ തന്നെ സ്മരിച്ച് പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇരിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്മരിച്ച് അവിടെ വന്നിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സ്മരിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ കസിൻസ് എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ കുറച്ച് സമയം കഥകളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. സ്മരിച്ചേച്ചിയെ കിട്ടിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ സ്മരിച്ചേച്ചി 2 ദിവസം ഇവിടെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് സമയത്തൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് സ്മരിച്ചേച്ചിയെ കാണുമ്പോൾ തന്നെ തോന്നുന്നത്. ഇതെല്ലാം പറയുന്ന സമയത്ത് സ്മരിച്ചി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, സ്മരിച്ചി എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് സ്മരിച്ചി പറഞ്ഞു, എനിക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അത് പറയുന്ന സമയത്ത് തന്നെ സ്മൃതി ചേച്ചി ഒന്ന് ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലും അമ്മയില്ലല്ലോ, ഇപ്പോൾ ഞാനിവിടെ ഉള്ളതും ആ ഒരു കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ ചേച്ചിക്ക് എന്തും എന്നോട് പറയാം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആ സമയത്താണെങ്കിൽ സ്മൃതി ചേച്ചി ഒരു പില്ലോ എടുത്തതിന് ശേഷം ആ ഒരു സൈഡിലേക്ക് മാറി
അങ്ങോട്ട് കിടന്നു. അപ്പോൾ തന്നെയാണെങ്കിൽ ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ കേട്ടോ എന്ന് ഞാൻ സ്മിത ചേച്ചി പറയുമ്പോൾ ചേച്ചി ഒന്ന് ചിരിക്കുകയുണ്ടായി. ഈ ഒരു കഥയുടെ ഈ ഒരു ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ഇത് 3ാമത്തെ ഭാഗമാണ്. 1ഉം 2ഉം കേട്ടിട്ടില്ലാത്തവർ കേൾക്കാട്ടോ. പിന്നെ അതും അടിപൊളിയായിരിക്കും. പിന്നെ ഇനിയൊരു ഭാഗം കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇതേപോലുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.